കേരള ലൈഫ് സ്റ്റൈൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് ഏത് സമയത്തും കുട്ടികൾക്കോ മുതിർന്നവർക്കോ എല്ലാം ചെയ്ത് കഴിക്കാവുന്ന ഒരു സ്നാക്സാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി. അതിനായിട്ട് ഒരു 4 പീസ് ബ്രെഡ് എടുത്ത് ചെറു പീസുകളാക്കി മുറിച്ച് വെച്ചിരിക്കുന്നു. ഇതിന് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്ത് അതിലേക്ക് ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു പീസ് ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഉരുകി വന്നതിന് ശേഷം ഇതിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം. ബട്ടർ എല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇത് വറുത്തെടുക്കണം. ഇച്ചിരി മൂത്ത് വരണം ബ്രെഡ്. ഇത് മൂത്തൊന്ന് വരുന്നതേ ഉള്ളൂ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ 4 മണി പലഹാരമായിട്ടോ ഒക്കെ കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഇത് അസുഖമുള്ളവർക്ക് എല്ലാം ഈ ഡിഷ് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അത്രയ്ക്ക് എളുപ്പമുള്ള ഒരു ഡിഷാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്ത് അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ബട്ടർ എണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണ് ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞത് 1 സ്പൂൺ അതും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു പച്ചമുളക് കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി കൊത്തി അരിഞ്ഞത് ഒരു ചെറിയ കപ്പ് അതും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി കൊത്തി അരിഞ്ഞ തക്കാളി ഒരു 1/2 കപ്പ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നല്ല ഉടഞ്ഞു വരണം. എനിക്ക് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ എല്ലാ വീഡിയോയുടെ ഫുൾ ഭാഗവും കാണണം. ആരും മറക്കല്ലേ. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അടുത്ത് ചേർക്കേണ്ടത് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് മുളക് പൊടി, ചിക്കൻ മസാല ഒരു 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ചതച്ച ചില്ലി അത് ഒരു 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/4 സ്പൂണ് കുരുമുളകും കൂടെ ചേർക്കാനുണ്ട്. അതും ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇച്ചിരി വെള്ളം, ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ച് അതിനെയും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി തീ സിമ്മിലാക്കി ഇടണം. ഇത് ഇച്ചിരി ഒന്ന് വെന്ത് അല്പം കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ടൊമാറ്റോ സോസും കൂടെ ഒരു ചെറിയ ഒരു കവർ, ഇത് ഇവിടെ കവർ ഇരുന്നുകൊണ്ട് ഞാൻ കവറില്ല, ഒരു സ്പൂൺ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കോണ് ഒരു 1/2 കപ്പ് കോണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് ഇനി ഒരു ചെറിയ പീസ് ക്യാപ്സിക്കവും കൂടെ അരിഞ്ഞത് അതും ചേർത്ത്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കേണ്ട കാര്യമില്ല. അവരവരുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്താൽ മതി. ഇതിലേക്ക് ഇനി ഒരു ലേശ വെള്ളവും കൂടെ വേണം. ഇത് നല്ല വരണ്ട് വന്ന് ഇത്തിരി നല്ല ഒരു അര വേവായാൽ മതി. കോൺഫ്ലവറൊക്കെ കോണൊക്കെ അര വേവായാൽ മതി. അപ്പോഴ് തന്നെ ഈ ബ്രെഡും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതിലെല്ലാത്തിലും അരപ്പ് നല്ല ചേർന്ന് കൂട്ട് നല്ല ബ്രെഡിൻ്റെ കൂടെ ചേർന്ന് വരണം. കുറച്ച് മല്ലി ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനുണ്ട്. 1-2 സാധനം കൂടെ അപ്പോഴും ചേർക്കാനുണ്ട്. ഇനി ഇതിനെ ഇവിടെ തീ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ബ്രെഡ് കോണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമുക്ക് കുട്ടികൾക്ക് മുതിർന്നവർക്ക് എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ഇതൊരു ഡിഷാക്കി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇതിലിനി ഉള്ളി കൊത്തി അരിഞ്ഞത് പച്ചയ്ക്ക് കുറച്ച് ഇതിൻ്റെ അപ്പുറത്തുകൂടെ ഇട്ട് കൊടുക്കണം. ഇത് അങ്ങനെ കോരി കഴിക്കുമ്പോഴത്തേക്ക് വളരെ ഒരു ടേസ്റ്റാണ്. ആ പച്ചയുടെ സവാളയുടെ ഒരു ടേസ്റ്റും ആ കോണിൻ്റെയും ബ്രെഡിൻ്റെയും. പ്രധാനമായിട്ട് ഇനി അടുത്തിടേണ്ട ഒരു സാധനമാണ് സേവ. ഇത് ഞാൻ വാങ്ങിയതാണ്. ഞാൻ ഇവിടെ ഉണ്ടാക്കും. ഇപ്പോൾ ഉണ്ടാക്കാൻ ഇത്തിരി സമയം എടുക്കും. അതുകൊണ്ട് ഞാനിത് വാങ്ങിയതാണ്. ഇതിങ്ങനെ തൂറ്റി കൊടുക്കണം. ഇത് എത്ര വേണം കണക്കിന് ഇങ്ങനെ ഓരോ ഇതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ചെറിയ സ്പൂണിന് 3 സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ആർക്കും നിങ്ങൾക്കൊക്കെ എളുപ്പത്തിൽ തന്നെ ഇതുപോലെ വാങ്ങി അങ്ങ് ചെയ്താൽ മതി. ബ്രെഡും വാങ്ങിച്ചിട്ട് ബാക്കിയെല്ലാം നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിൽ കൂടെ ഇടേണ്ടത് കുറച്ച് മല്ലി അല്ല പച്ചയ്ക്ക്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ബ്രെഡ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ആരും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വരുന്നത് വരെയും ബായ്.